മരുന്ന് കഞ്ഞിയാണ്. കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 23 ആയുർവേദ ചേരുവകൾ അടങ്ങിയ ഔഷധ കർക്കിടക കഞ്ഞിക്കൂട്ടാണ് കേട്ടോ അത്. 140 ഗ്രാമിൻ്റെയാണ്, ഔഷധീൻ്റെയാണ്. കണ്ടോ, ഏല, ശുണ്ഠി, ജീരക, ധന്യക, ബാല, ലവംഗ, കുസുമ, തക്കോലം, അജ്മോദ, വിദംഗ, കണ്ടകാരി, ശരിബ, സഹചാരം, സതപുഷ്പ, കൃഷ്ണജീര, ജാതിപാലം, എന്തൊക്കെ പേരല്ലേ, വത്സബീജം, വീതിക, അജിക, ബഗുജി, ജ്യോതിസ്മതി, അസലിക, മിശ്രി, വിസ, ഇങ്ങനെ 23 കൂട്ടങ്ങളുണ്ട് ഇതിൽ. ഒക്കെ ഉലുവ ഉണ്ട്, എല്ലാതുണ്ട്, ജീരക ഉലുവയൊക്കെ ഉണ്ട്. ഒക്കെ അതേ 0.135 ഗ്രാമാണ്. ഒക്കെ ഓരോ കൂട്ടങ്ങളാണ്. 10 ഗ്രാം ഈസ് പ്രിപ്പയർഡ് ഔട്ട് ഓഫ് പൗഡർ. ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് റേവ്. അപ്പോൾ മരുന്ന് കഞ്ഞിയുടെ ബോട്ടിൽ കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി കർക്കിടകത്തിൽ മരുന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കറിൽ ഉണക്കലരിയോ അല്ലെങ്കിൽ മട്ട അരിയോ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വയ്ക്കാൻ നെല്ലുകുത്തരിയില്ലേ, ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 പിടി വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ കാണിച്ചില്ലേ, ഉണക്കലരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഉണക്കലരി കുക്കറിലിടുന്ന വീഡിയോ എൻ്റെ അടുത്ത് പോയി, അതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 കുക്കറിൽ വിസിലെടുത്തിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഞാനൊരു ചെറിയൊരു സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേവിച്ച് വെച്ച അരിയും ആ മരുന്നും ഒക്കെ ഉലുവയൊക്കെ ഇട്ടിട്ടുള്ളതിലേക്ക് ഒരു 1/2 കപ്പ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 പേർക്ക് കുടിക്കാനുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഞ്ഞി കാച്ചി ഒഴിക്കണം കേട്ടോ. അതിന് ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ തന്നെ വറവിട്ടെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ഉള്ളി ധാരാളം, ഒരു 10 ചെറിയ ഉള്ളി എടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് കാച്ചിയെടുക്കുക കേട്ടോ. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി കഴിച്ചാൽ ശരീരത്തിന് നല്ല ഉണർവും ഉന്മേഷവും പ്രതിരോധശേഷിയും ഒക്കെ കൂടും കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. വെറും വയറ്റിൽ കഴിക്കാൻ നോക്കണം കേട്ടോ. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കഴിക്കരുത്. രാവിലെ ചായ പോലും കുടിക്കരുത്. എന്നിട്ട് നമ്മൾ ഇത് വെറും വയറ്റിൽ മരുന്ന് കഞ്ഞി കഴിക്കാൻ നോക്കുക. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് ഉപ്പിടാണ്ട് കഴിക്കണം. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുക. നിങ്ങളും അതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.